ഓക്കെ സെറ്റ്. വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇല്ലയോ? വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എവിടെ പോവാ നമ്മളെവിടെ പോവാ? പോയി ഒരു മാല ചെയിൻ. ഇതിനെന്ത് പറയുന്നത്? സ്വർണ്ണ ചെയിനോ? മാല കിലിക്കത്തി പറയും പോലെ. മാല മല മല ഒരു മല മേടിച്ചിട്ട് വരാം. മല, അതെ, കൊച്ചിൻ്റെ മല മാല. അപ്പോൾ എവിടെയാ? മലബാറാണോ? ജോയ് ആലുക്കാസ് ആണോ? വേറെന്തുവാ ഉള്ളത്? നക്ഷത്രയാണോ? ഏതാ? ഞാൻ ഇന്ന് സത്യത്തെ രാവിലെ ഇറങ്ങി വാച്ച് വരെ എടുക്കാൻ മറന്നു. ഓടിത്തള്ളിയത്. കമാ ലെറ്റ്സ് ഗോ. വെള്ളം കുടിച്ചിട്ട് വരാം. എന്നിട്ട് ഇജ്ജ് വരുന്നാ? ആ ലെറ്റ്സ് ഗോ ഫോർ പർച്ചേസ്. എവിടെ പോവാ നമ്മള്? അപ്പൊ ഗൈസ് നമ്മൾ കണ്ണം ബൈക്ക് വേണ്ടി ഒരു ചെറിയൊരു മാല നോക്കാൻ പോവാണ്. അതെ, വളരെ ചെറിയൊരു മാല. ഒരു നൂല് ഒരു നൂല് മേടിച്ചിട്ട് ഇതാവില്ല. ഒരു താലിമാല ചെറുത് ഒരു താലിമാല ചെറുതൊന്ന്. ആർക്കണേലും രഞ്ജിത്ത് റെഡിയായി. നമസ്കാരം. പായസം ഓ, ചെടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഒരു കാര്യം കാണിച്ചുതരാം. ഇതുണ്ടോ? ഒരു ചെടി നാച്ചുറലാണ്. ഐ മീൻ വെള്ളമൊഴിച്ച് വളരുന്ന ചെടിയാണ്. കണ്ടോ? മണ്ണ് ഇന്ന് കൊണ്ടുവന്നതേ. സംഭവം കൊള്ളാല്ലേ? ഇതിന് പേരെന്തുവെന്ന് അറിയത്തില്ലല്ലേ. ഇൻഡോർ പ്ലാന്റ് തന്നെ. ആ, അതേതോ ഒരു പ്ലാന്റ്. സെറ്റ്. എന്നാൽ പിന്നെ നമുക്ക് പോയി ആ നൂലൊരെണ്ണം മേടിച്ചേച്ച് വരാം. സ്വർണ്ണ നൂല്. ഓക്കെ. ആ പാട്ട് ഏതായിരുന്നു? പട്ടാളത്തില് സ്വർണ്ണ നൂല്. അതെനിക്കും അറിയത്തില്ല. മെലിഞ്ഞ് നിന്നെ ഞാൻ സ്വന്തമാക്കുവാൻ. അതന്ന് പച്ച കത്തിച്ചാണ്. കത്തി കഴിഞ്ഞു. അത് കയറി കൊണ്ടാ. എൻ്റെ പൊന്നെ സൂക്ഷിക്കണം കേട്ടോ. നല്ല മുറിഞ്ഞാൽ മറ്റേ എന്തെങ്കിലും അറിയാം. പലർക്കും യൂസ് ചെയ്യുന്നേ. ഈ കെയർഫുൾ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരു സെക്കൻഡ് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് ഞാൻ പഴുതടച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആളെ കാണിച്ചിരുന്നു. നേരെ താഴെ നമ്മുടെ ഗ്ലാമർ വച്ചില്ലേ. പക്ഷെ എപ്പോഴും പോയില്ലേ അത്? അപ്പോഴും ഉണ്ടത് പാട്. കാണിച്ചു തരാം. കാണിക്കാം. ഇതുപോലത്തെ ഒരു സാധനം കൂടെ മേടിച്ചാലും മട്ടണോ? ഒത്തിരി പൈസ ആവുമോ? എല്ലാവരും കാണിക്കട്ടെ, അഭിപ്രായം ചോദിക്കാം. ഇത് രുദ്രാക്ഷം ഇല്ലേ? ഒരു പവനാണ്. ലെറ്റ്സ് ഗോ. ഓക്കേ. എന്തായാലും വാങ്ങിക്കണം കേട്ടോ. ഏതാ? ഏതാണെങ്കിലും ഓ, അതിനെന്നാ ഉറപ്പായിട്ട് വാങ്ങിക്കണം. 100%. നേരെ കീഴ് നോക്കൂല നമ്മള്. തൂക്കം വെച്ചിട്ട് കുറഞ്ഞാലും ഒരെണ്ണം മേടിച്ചിരിക്കും. അരിംകൊല. ഈ അരിംകൊല എന്ന് വെച്ചാൽ എന്തുവാ? അത് ഞാൻ ഇന്നലെ എങ്ങാണ്ടും കണ്ടു അരിംകൊല. അതൊക്കെ ഭ്രാന്തന്മാര്. ആ കൊച്ചേ എന്തോ ഇങ്ങനെ എണ്ണീട്ട് ഇങ്ങനെ അവളിങ്ങനെ മടുത്ത്. അപ്പോൾ അവൾ മടുത്തിട്ട് ഇങ്ങനെ നൂന്ന് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ശരി
അത് ഞാൻ വിചാരിച്ച് ബിനുവിനെ നോക്കിയാ ചിരിച്ചേന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയില്ല, അവളിങ്ങനെ നോക്കിയപ്പോൾ കണ്ടപ്പോൾ ചിരിച്ചത്. കാരണം ഇതിൽ ക്ഷീണിച്ചിരിക്കത്തില്ലേ, ഓ അയ്യ അടുത്ത് ഇന്ന് മറ്റിൽ ഇങ്ങനെ നൂരുമല്ലോ, അങ്ങനെ നൂന്നേ. ഇത് എന്തിനാ ആക്ച്വലി തല കയറ്റി വെക്കാനോ? സ്റ്റീം ചെയ്യാണെങ്കിൽ ആണോ? ബ്യൂട്ടി പാർലറിലൊക്കെ തല എനിക്ക് തോന്നി ഇപ്പൊ വരുമെന്ന്. നമ്മളെ നാട്ടുകാരല്ലേ ലുലു? അല്ല ലുലു അല്ല, മറ്റേ ആലുക്കാസൊക്കെ നമ്മളെ നാട്ടുകാരല്ലേ? പിന്നെ മലബാർ നമ്മുടെ നാട്ടുകാരല്ലേ? അറിയില്ല അണ്ണാ. മലബാറും ജോയി ആലുക്കാസൊക്കെ നമ്മളെ നാട്ടിലെ കടകളല്ലേ? ആ, അപ്പം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. നമ്മള് വേറെ രാജ്യത്തുകാർക്ക് നമ്മള് ഇതൊക്കെ എന്തിനാ പറയുന്നത്? അതോ 70 Pro Max എടുക്കണം? ഏയ് അത് ലോസാണ്, പൈസ കുറയത്തേ ഉള്ളൂ. ഇതാകുമ്പം ഇതും പൈസ കുറഞ്ഞ. ആരാരോ തുമ്പിപ്പെണ്ണേ നിന്നെ കാണാൻ. അപ്പം നമ്മൾ നേരെ ജോയി അല്ല ലുലുവിലോട്ട് പോവാം. ലുലുവിൽ 2 ജ്വല്ലറീസ് ഉണ്ട്. മലബാറുണ്ട്, വേറെ ഏതോ ഒരു ആലുക്കാസോ എന്തോ ഒന്നുണ്ട്. ആലുക്കാസ് എന്നാണോ ജോയി ആലുക്കാസ് എന്നാണോ? ജോയി ആലുക്കാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരിടത്തുനിന്ന് അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ചെറിയ സാധനം വാങ്ങാം. ഓക്കെ. നൈറ്റ് അജ്മാൻ ജംഗ്ഷൻ രാത്രിയിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ എന്ന് പറയും. ആ കാണുന്നതാണ് ലുലു മാള്, ഈ കാണുന്നതാണ് വേറെന്തോ ഒരെണ്ണം, അതിൻ്റെ ഇപ്പുറത്ത് വേറെന്തോ ഒരെണ്ണം, ഇവിടെ നെസ്റ്റം. ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നാൽ ഇത് KM കണ്ട. ഇനി നമ്മളിത് വഴി ഇങ്ങനെ ചാടി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങ് അപ്പുറത്ത് പോകും. വാ കൂടെ വാ. ഞങ്ങളകത്ത് കയറി കേട്ടോ, ഗോൾഡ് ചെയിൻ മേടിക്കാൻ വേണ്ടി അകത്ത് കയറിയപ്പം അവിടെ വീഡിയോ അലൗഡല്ല. അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഫോട്ടോ മൊബൈലിൽ എടുക്കാം എന്നേ ഉള്ളൂ. ഇതുമായാലും പിന്നെ ഒന്നും നോക്കിയില്ല, സാധനം മേടിച്ച് ഇനി ചാടി ഇതാ അടക്കുന്ന കടക്കാരൻ. അതെ, അങ്ങനെ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ ചെയിനങ്ങ് മേടിച്ച് കേട്ടോ. അറ്റത്തൊരു ഉണ്ട്, അറ്റത്തൊരു രുദ്രാക്ഷം വിത്ത് ഗോൾഡ് കവേർഡോ അങ്ങനെ എന്തോ ആയിട്ട് അങ്ങനത്തെ ഒരു സാധനം അങ്ങ് മേടിച്ച്. എന്നിട്ട് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് നമ്മൾ കണ്ണമ്പായർ ചെലവാ. നമ്മൾ നേരെ നാദൽവാസത്തിൽ പോകും, എസ്കേപ്പ്. അവിടെ പോയിട്ട് നല്ല ചാർക്കോളും സൂപ്പും എല്ലാം കൂടെ കഴിക്കുക. ഓക്കെ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അവൻ ചുമ്മാ അറിയാം. അപ്പോൾ സംഭവം എന്തായാലും ഇത് മേടിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. എന്തുവായിരുന്നു? എന്തോ പറഞ്ഞു. അവൻ്റെ ബർത്ത്ഡേ അല്ല, ബിനുവിൻ്റെ ഹൗസ് വാമിങ്. ബിനുവിൻ്റെ വീട് പലയാച്ച് കഴിഞ്ഞു കേട്ടോ ഇന്നലെ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൗസ് ഓണറെന്ന് നമ്മുടെ അല്ലട പറയുക, നമ്മുടെ ഷോപ്പിൻ്റെ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മളെ ഗാലയുടെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഓണർ. അപ്പോൾ അവനൊരു കേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പോയി കട്ട് ചെയ്ത് അടിക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തടിക്കാം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തേക്ക് ഇപ്പം ഫുഡിൻ്റെയൊക്കെ കഥ പറയുന്നു. ഞാൻ പറയുന്നത് എനിക്കാണെങ്കിൽ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട്. അപ്പോൾ എന്തായാലും ഇവനെ ഇങ്ങനെ ഞാൻ നുള്ളുന്നത് എന്താ പറയുക, ഇവന് ഭയങ്കര സോഫ്റ്റാണ് സ്കിന്ന്, ഭയങ്കര സോഫ്റ്റ്. സത്യം തൊട്ടാണ്ടല്ലേ, നമ്മൾ തൊട്ടോണ്ടേ ഇരിക്കും. തൊടല്ലേ. അപ്പം ഒരാളകത്ത് നിൽക്കുകയാണ്, അവരിപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഫുഡ് കഴിക്കുന്ന പോകുന്നെങ്കിൽ എല്ലാവരും അഭിപ്രായം എന്താ പറയുന്നത് നോക്കാം. എല്ലാവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കും, നമുക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല. ആരും ഇല്ലായിരുന്നു, നിങ്ങളെല്ലാം പുറത്തു പോയില്ലേ? കൊല്ലിങ്ങ മാല തരുന്നത് ഫോട്ടോ എടുക്കാറുന്നു. നോക്കുമ്പോൾ ആരും ഇല്ല അവിടെ. ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഓ കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഇത് കണ്ടപ്പോഴാണ് അവർ പേടിച്ചതെന്ന്, ഈ ക്യാമറ. അയാൾ പറഞ്ഞു മൊബൈലിലെടുത്ത കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ആയിട്ട് വരില്ലേന്ന്. അപ്പം നമ്മുടെ ഈ
റോബോട്ട് മനുഷ്യനെ നമ്മൾ ഇറങ്ങിയോണ്ട് ഓടിപ്പോയി ക്യാമറ ചെക്ക് ചെയ്യണേ. എന്തിനാ ചെക്ക് ചെയ്യണേ? ചെക്ക് ചെയ്താ? അല്ല അത് അവരുടെ ഒരു ഇതല്ലേ, അവർക്ക് വൈകിട്ട് കണക്കെല്ലാം കൊടുക്കണ്ടേ. പിന്നെ സ്വർണ്ണക്കടയിൽ അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഡെയിലി സ്റ്റോക്ക് എടുപ്പോ. അവന്മാർക്ക് കിട്ടുന്ന ശമ്പളത്തിനെ ഇതിൽ നിന്ന് ഒരു മുത്തുമണി പോയാൽ മതി, അവൻ്റെ ഒരു മാസ ശമ്പളം പോകും. വൈകിട്ടും അത് കറക്റ്റ് കണക്ക് വെക്കും അല്ലേ. ആണ് നല്ല സാലറി ആണോ അണ്ണാ? ഇല്ലല്ലേ. ഇവിടെയൊക്കെ ആള് തിരക്ക് കേട്ടോ, നമുക്ക് അങ്ങ് നിന്നിട്ട് എടുക്കാം വീഡിയോ. കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക്? ഇത്രയും തിരക്കുണ്ട്, നല്ല തിരക്കാ. ഇതാണ് ഞങ്ങൾ അജ്മാൻ സിറ്റി. അജ്മാൻ സിറ്റിയിലൂടെ നമ്മളിങ്ങനെ പോവാ. ഇതൊക്കെ എല്ലാവരും വീഡിയോ എടുക്കാറുണ്ടെന്നാണ് ബിനു പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അയ്യോ നിങ്ങളും കൂടെ വാ, ഞാൻ നിൽക്കാം ഇവിടെ നിന്ന്. ആഹാ. അപ്പം അങ്ങനെ നമ്മൾ നേരെ കറക്കി അടിക്കാം. ഓ ഈ സാധനം കൈ തൂങ്ങി കിടക്കുന്നതേ. ഇത് എന്തോ ആന സാധനം മേടിച്ചെന്ന ആൾക്കാർ വിചാരിക്കും ഈ കവറൊക്കെ കണ്ട. അതെ ഇരിക്കട്ടെ, പണം പോയി പവർ വരട്ടെ. ഒരു വലിയ ബാഗ് ഗൈസ്. അത് കയറി പിടിക്കും. ഇപ്പൊ ഞാൻ അവ ഇങ്ങനെ ഊരാൻ നേരം ഇത് കയറി ഇങ്ങനെ ഉടക്കി. അതെ പക്ഷെ ഞാൻ മേടിച്ച എന്തുവായിരുന്നറിയോ പണ്ട്? എന്തൊരു പിരിയമാല എന്നാ പറയുന്നത്, ഇങ്ങനെ പിരിഞ്ഞ്. അത് പക്ഷേ ഇങ്ങനെ റോമത്തെ പിടിക്കത്തൊന്നുമില്ല, അതുപോലെ റൗണ്ട് പോലെ ഇരിക്കണ നല്ല വണം. കയറ് പിരിയ, അത് തന്നെ കറക്റ്റ്. അപ്പൊ 8750 എന്ന് പറയുമ്പോ നാട്ടിൽ 2.5 ലക്ഷം ഉണ്ട്. 8650. അമ്മീ കുഴപ്പമില്ല. അയാള് വന്നിടിച്ച എന്നിട്ട് എന്നെ പറയുന്നു 220. 220. അയ്യോ എന്റെ കാലൊക്കെ ഇടർന്ന്. അയ്യോ 2 ലക്ഷം കിടക്കണ പടച്ചോനെ. ഇനി ഇത് ഡബിൾ പൊന്നാണ്. 2.25 ലക്ഷം. അപ്പൊ എന്നെ അല്ലയോ വന്നിടിച്ച? ഞാൻ ഭിത്തിയുടെ അരുവിന് നിന്നല്ലയോ? ഓ അതെ. പോയാ പോയി കേട്ടാ, അവിടെ പോയപ്പോ ആരില്ല. മുടി കിട്ടുന്ന ആളും ഇല്ല. മുടി കിട്ടുന്ന ആളില്ല. ഞാൻ മിഞ്ഞാന്ന് വിളിച്ചിരുന്നു, സെലിമിക്കാനെ വിളിച്ചേ. മൂപ്പർക്ക് പനിയാന്ന് പറഞ്ഞിട്ട് ലീവാ. ഞാൻ വിട്ടില്ലല്ലോ. പാകിസ്ഥാനിന്റെ നല്ല വെട്ടം. മുട്ടേന്നാ ഒന്നുകൂടെ നോക്കി അവിടെ നിന്നപ്പോ അങ്ങനെ മുട്ടേണ്ണ സമ്മതിക്കുന്നില്ല ഗൈസ്. ഓ ഇല്ല, ഞാനും ഓഫീസിൽ എന്തിനാ കയറുന്നത്? അത് ഓഫ് ചെയ്തില്ലേ കമ്പ്യൂട്ടറും? ഉണ്ണിക്കുട്ടൻ പോയില്ലേ? ഉണ്ണിക്കോട്ടാ പൊന്മുത്തേ മിന്നുമാ പൊന്മുത്തേ. കാശ് നോക്കിയിട്ട് ഉണ്ണിക്കോട്ട വാരി വീശി. 2.25 ലക്ഷം ആയെന്നൊക്കെ ഇവർ പറയുന്നു, ഞാൻ കൂട്ടി നോക്കിയില്ല. എൻ്റെ നെഞ്ചത്തൂടൊക്കെ പാളുന്നു. 8650. പക്ഷെ അധികമായിട്ട് കൂട്ടണ്ടാന്ന്. ഓ ശരിയാവേ, 2,16,250. എൻ്റെ പിന്നെ ഈ സ്വർണത്തിനൊക്കെ എന്തിനാ ഈ വില? ഇത് 2ഒന്നുമില്ല. എത്ര 14.5 ഗ്രാം. 8 16. 1.25 ഉണ്ട്. 1.25 ശകലവും കൂടെ ഉണ്ടല്ലേ. 1.800 എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടായിരുന്നു. എന്തായാലും എടുത്തു.
ഇപ്പം കിടക്കട്ടെ ഇല്ലേ, കിടക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. റൂമിൽ പോയിട്ട് പിന്നെ ബിനുവിൻ്റെ കേക്ക് കട്ടിങ്. ബിനു കേക്ക് കട്ടില്ലേ? പോണ്ടേ? ഞാനൊന്ന് റൂമിലോട്ട് പോട്ടാ. ഓക്കെ പോട്ടാ. കളിച്ചാൻ കളിച്ചാൻ നമുക്ക് കേക്ക് കിട്ടിയതാലോ. ഒരാൾ ഇങ്ങോട്ട് വരാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? മലയാളിയല്ല പറഞ്ഞത്, നിങ്ങളെ മലയാളി ആക്കിയിട്ട് രാവിലെ പറഞ്ഞു. ഏട്ടൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ? ഇങ്ങനത്തെ 5 ഏട്ടന്മാരെ അവിടെ കിട്ടും. അതും ബലോസിന് ഓ ഞാങ്കൂസറല്ല വിളിച്ചില്ലേ ചേട്ടാ? പെട്ടി പാക്കിങ് വീടിന്റെ പാലുകാച്ചി കഴിഞ്ഞ കേക്ക് കിട്ടി. ഇല്ല, ഒരാൾക്ക് ഹാളിലിരിക്കാറ്. ആളില് മറ്റേ ഉണ്ടായിരുന്നു. ഇത് ഒന്നും വെച്ചില്ല. അലിയന്റെ അടുത്താണ് ഇഷ്ടം പോലെ കേക്ക് കാണുന്നില്ല. കേക്കുമായി കേക്ക് ബോയ് വരുന്നു. ഓപ്പൺ കേക്ക്. അങ്ങനെ വീടിൻ്റെ പാല് കാച്ചും. ബിനു എവിടെ? ഇതോ പോയാ. അങ്ങനെ ബിനോജിൻ്റെ വീടിൻ്റെ പാല് കാച്ചിൻ്റെ ചിലവ് ബൈ കമ്പനി അല്ലേ? അയ്യോ കൺഗ്രാറ്റ്സ്. ഒരു മിനിറ്റ്. അത് പൊളിച്ച്. കൺഗ്രാറ്റ്സ് ഓൺ യുവർ ന്യൂ ഹോം ഫ്രം ഗാല. അടിപൊളി. ഇത് കലക്കി കേട്ടോ. അജേട്ടാ കണ്ടോളി. ഇപ്പൊ കണ്ടോ? ഇതിപ്പോ വെട്ടി കീറും. ഞാൻ മാല മേടിച്ചെന്ന് മലയാളിയോട് പറഞ്ഞാലോ? കൺഗ്രാറ്റ്സ് കണ്ണൻ മാല മേടിച്ചതിന്. നല്ല രസമുണ്ട് ഫോട്ടോ കാണാൻ. മഞ്ഞായുണ്ട്. എല്ലാരും അടിപൊളി. മാംഗോ ഇത് കഴിക്കുന്ന സാധനം ഉണ്ണിയേട്ടൻ പറഞ്ഞു വലിയ ഇഷ്ടമല്ല. എന്നാ ഞാൻ മട്ടൻ അപ്പൊ കേക്കട്ടി. പാവത്തിന്റെ നോട്ടം ദേശത്തിന്റെ നോട്ടം അല്ലേ ഞാൻ കണ്ടത്. ദേശത്തിന്റെ നോട്ടം. ഉണ്ണിയേട്ടൻ വലിയ ഉറപ്പിച്ചോ? അപ്പൊ കട്ടിങ്. തിരിച്ചാണോ? എന്നാ അങ്ങനെ. കൺഗ്രാറ്റ്സ്
ന്യൂ ഹോം ഓ ആ തിരിച്ച് വെച്ചോ നിങ്ങൾ ആ കട്ട് ചെയ്യുന്നത് 1 മിനിറ്റ് ആ കട്ട് ചെയ് ബിനു അപ്പൊ കട്ട് ചെയ്യണേ ആ ഓക്കേ വൗ 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 പൊളിച്ച് കേക്ക് സെറ്റ് വലിയ പീസ് ഒക്കെ എനിക്ക് തന്നു ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തു ഒരു മുട്ടൻ പീസ് കട്ട് ചെയ്ത് എനിക്ക് ഇത്ര ഈ അരസെന്റ് എന്റെ എത്ര പേരെ ഇത് കിട്ടൂല പിന്നെ ഇവിടെ പിടിച്ചല്ലേ ഇത്തിരി പാടുണ്ടോ എല്ലാരും എന്താ വേണ്ടത് വലിയ പീസ് വെച്ചാൽ അത്ര ഇനി മധുരമില്ലാത്ത കേക്ക് ഇനിയിപ്പോ ആർക്ക് വേണേലും കട്ട് ചെയ്യാം യുദ്ധം തുടങ്ങാം അയ്യോ എൻ്റെ അമ്മേ ഓ ഈ ക്രീമിന് ഭയങ്കര മധുരമല്ല യുദ്ധം കഴിഞ്ഞ് പറമ്പെല്ലാം വെട്ടി വീതം വെച്ചു യുദ്ധം കഴിഞ്ഞ് പറമ്പെല്ലാം വെട്ടി വീതം വെച്ചു എല്ലാവരുടെ കയ്യേക്കാലം കേട്ടോ എന്നിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി ഇനി നമ്മൾ അടുത്ത ആളെ കേക്കും കട്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ ടാറ്റ സീ നെക്സ്റ്റ് വീഡിയോ അപ്പൊ ബൈ ബൈ